ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ, സമവാക്യ ജോഡികൾ. അതിനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ ഒരു ഇക്വേഷൻ എഴുതുകയാണ്. 2x + 1 = 15. 2x + 1 = 50. ഇനി നമുക്ക് എക്സിന്റെ വില കണ്ടുപിടിക്കാം. അതായത് ഇവിടെ നോക്കാം, 2x എന്ന് പറയുന്നത് 2 × x, എക്സിന്റെ 2 മടങ്ങ്. അതിനോട് എത്ര കൂട്ടുന്നു? 1 കൂട്ടുന്നു. അപ്പോൾ എത്ര കിട്ടുന്നു? 15 കിട്ടും. അപ്പോൾ എങ്കിൽ എക്സിന്റെ വില എന്ത്? വാല്യൂ ഓഫ് എക്സ്, എക്സ് എന്തായിരിക്കണം? ഒന്ന് ആലോചിച്ച് നോക്ക്. 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. 2x നമ്മൾ എടുക്കുന്നു. 2x = 15 + 1 ഇപ്പുറത്ത് പോകുമ്പോൾ -1 = 40. മനസ്സിലായല്ല? അപ്പോൾ 2x = 40. Therefore x = 40/2 = 7. തന്നല്ല. ഇനി ഇവിടെ നോക്കാം, 2 × x, എക്സിന്റെ വാല്യൂ 7. അപ്പം 7 × 2 14 + 1 = 50. മനസ്സിലായല്ലോ? അപ്പൊ ഇതുപോലെ സമവാക്യങ്ങൾ രൂപീകരിച്ച് നമുക്ക് എക്സിന്റെ വില കണ്ടുപിടിക്കണം. ഇപ്പൊ സമയത്തിന്റെ ഒരു വശത്തിന്റെ നീളം, ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം, ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിന് ഇതുപോലെ നമ്മൾ ഇക്വേഷൻ രൂപീകരിച്ച്, സമവാക്യങ്ങൾ രൂപീകരിച്ച് കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പം എക്സ് മാത്രം വരുന്നത് 1 ലെറ്റർ, എക്സ് 1 ലെറ്റർ. ഇനി നമുക്ക് x + y = 15 എന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് എക്സും വൈയും എടുത്ത് ചെയ്യും. മനസ്സിലായോ? ചില ചോദ്യങ്ങൾക്ക് എക്സും വൈയും എടുത്ത് ചെയ്യണം, ചിലത് നമുക്ക് എക്സ് മാത്രം എടുത്ത് ചെയ്യേണ്ടി വരും. അപ്പൊ x + y = 15. ഈ സമവാക്യം നമുക്ക് എങ്ങനെ എഴുതാം? x = 15 - y എന്ന് എഴുതാം. +y പുറത്തുവരും -y. അതുപോലെ y = 15 - x എന്ന് എഴുതാം. ഇങ്ങനെ നമുക്ക് സമവാക്യങ്ങളെ മാറ്റി എഴുതാം. അപ്പൊ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് x + y = 15 എന്ന് പറഞ്ഞാൽ എക്സിനോട് y കൂട്ടുമ്പോൾ 15 കിട്ടുന്നു. എങ്കിൽ x എത്ര, y എത്ര? ഇതിന് എക്സിനും വൈക്കും പല വിലകൾ കൊടുക്കാം. 1, 14, 15 ഇങ്ങനെ കൊടുക്കാം. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ കൊടുത്ത് നമുക്ക് എഴുതാം. അതായത് ഇത് നമുക്ക് x = ഇവിടെ വൈയുടെ വാല്യൂ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് x = 15 - y, y = 15 - x. ഇങ്ങനെയൊക്കെ നമുക്ക് സമവാക്യങ്ങൾ എഴുതാം. അതായത് ഇതിന്റെ ക്രിയകൾ നമുക്ക് ഇങ്ങനെ എഴുതാം. മനസ്സിലായല്ലോ? അപ്പൊ ഈ ചാപ്റ്റർ നമുക്ക് തുടങ്ങേണ്ടത്, ഞാനൊരു ക്വസ്റ്റ്യൻ ആദ്യം പറയണം. ആ ക്വസ്റ്റ്യൻ എഴുതുക. ചോദ്യം എഴുതിക്കോളൂ. ഇനി നമുക്ക് മെന്റൽ മാത്ത് ആൻഡ് ആൾജിബ്ര എന്ന് പറഞ്ഞാൽ ബീജഗണിതം. മെന്റൽ മാത്ത് എന്ന് പറഞ്ഞാൽ മനക്കണക്കായിട്ട്. അപ്പൊ നമുക്ക് ഇത് മനക്കണക്കായിട്ടും കണ്ടുപിടിച്ച് നമുക്ക് ഈ സ്റ്റെപ്പ് എഴുതാതെ തന്നെ നമുക്ക് മനക്കണക്കായിട്ടും ആലോചിച്ച് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇവിടെ എക്സിന്റെ വാല്യൂ 7 ആണ്. 7 × 14 = 15. മനസ്സിലായല്ലോ? അങ്ങനെ മനക്കണക്കായിട്ട് എഴുതാം. ആൾജിബ്രായിക് ഫോമിൽ എഴുതാം. അപ്പൊ നമുക്ക് ഇത് നമ്മൾ 2x 2y x + y ഇതൊക്കെ വരുന്നത് ആൾജിബ്രായിക് ഫോം എന്ന് പറയും. അതാണ് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. മെന്റൽ മാത്ത് ആൻഡ് ആൾജിബ്ര എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്ന ഭാഗമാണ് ഇത്. ഇനി ഇത് ഉപയോഗിച്ച് ഇതേപോലെ നമുക്ക് ഒരു പ്രോബ്ലം എഴുതി ചെയ്യാം. എഴുതിക്കോളൂ. There are 100 beads in a box. There are 100 beads in a box. Some black and some white. Some black and some white. 10 more black than white. 10 more black than white. How many black, how many white? Question ഒരിക്കൽ കൂടി വായിക്കാം. There are 100 beads in a box. Some black and some white. 10 more black than white. How many black?
ഹൗ മെനി വൈറ്റ്? മലയാളം മീഡിയം. ഒരു ചെപ്പിൽ കറുപ്പും വെളുപ്പുമായി 100 മുത്തുകളുണ്ട്. There are 100 beads. 100 മുത്തുകൾ ഉണ്ട്. വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. 10 കൂടുതലാണ് കറുപ്പ്. കറുപ്പെത്ര, വെളുപ്പെത്ര? ഇത് നിങ്ങൾക്ക് മനക്കണക്കായിട്ടും ചെയ്യാം. നമുക്കിത് ആൾജിബ്രായിക് ഫോമിലും എഴുതാം. ആൾജിബ്രായിക് മെത്തേഡ് നമുക്ക് ആൾജിബ്രായിക് ചെയ്തും നമുക്ക് ആൾജിബ്ര ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. ചോദ്യം നോക്ക്. There are 100 beads in a box. അപ്പൊ ബോക്സിനകത്ത് അല്ലെങ്കിൽ ഒരു പെട്ടിക്കകത്ത് അല്ലെങ്കിൽ ഒരു ചെപ്പിനകത്ത് എത്ര മുത്തുകളുണ്ട്? എത്ര ബീഡ്സ്? 100 ബീഡ്സ് ഉണ്ട്. ബീഡ്സ് ഉണ്ട്. അപ്പം ടോട്ടൽ ബീഡ്സ് എന്ന് പറയുന്നത് 100 ആണ്. എന്ന് പറഞ്ഞാൽ മൊത്തം 100 മുത്തുകൾ ഉണ്ട്. അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. വെളുത്ത മുത്തിനേക്കാൾ 10 മുത്തുകൾ കൂടുതലുണ്ട് കറുത്ത മുത്ത്. അപ്പൊ നമുക്കിത് മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? കറുത്ത മുത്ത്, വെളുത്ത മുത്ത്. അപ്പം വെളുത്ത മുത്തിനേക്കാൾ 10 കൂടുതലാണ് കറുത്ത മുത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനക്കണക്കായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കണ്ടുപിടിച്ച് നോക്കൂ. 55 45. 45 വെളുത്ത മുത്ത്, അതിനോട് 10 കൂടുതൽ 55. 45 55 എത്രയും 100 ആയി. ഇത് നമുക്ക് ആൾജിബ്ര ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് ബ്ലാക്ക് ബീഡ്സ്. ബ്ലാക്ക് ബീഡ്സ് എന്ന് പറഞ്ഞാൽ കറുത്ത മുത്ത്. കറുപ്പ് എത്രയുണ്ട്? കറുപ്പ് നമുക്ക് X ആയിട്ട് എടുക്കാം. കറുത്ത മുത്ത് X ആണെങ്കിൽ വൈറ്റ് ബീഡ്സ് എത്രയായിരിക്കും? X - 10 എന്ന് പറഞ്ഞാൽ കറുപ്പിനേക്കാൾ 10 കുറവായിരിക്കും വൈറ്റ്. എന്ന് പറഞ്ഞാൽ വൈറ്റിനേക്കാൾ 10 കൂടുതലായിരിക്കും ബ്ലാക്ക്. അപ്പൊ ബ്ലാക്ക് നമ്മൾ X ആയിട്ട് എടുക്കുമ്പോൾ വൈറ്റ് X - 10. മനസ്സിലായോ? X - 10. ഇനി ഇത് രണ്ടും കൂടെ ഇപ്പൊ നമുക്ക് ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ബീഡ്സ് 100. ബ്ലാക്ക് ബീഡ്സ് നമ്മൾ X ആയിട്ട് എടുക്കുമ്പോൾ വൈറ്റ് ബീഡ്സ് X - 10. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ടോട്ടൽ ബീഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പൊ X + X - 10 = 100. ഇവിടെ നോക്ക്, ഈ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. 100 തന്നിട്ടുണ്ട്, 100 വേണം. ഇനി ഇവിടെ ഒരു X, ഇവിടെ ഒരു X. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒരു X. അപ്പൊ എത്ര X? 2X. 2X = 100 -10. സമത്തിനപ്പുറം പോകുമ്പോൾ എന്താകും? പ്ലസ് മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 10. അപ്പൊ നമുക്ക് 2x = 110. 110. അപ്പൊ നമുക്ക് 2x എന്ന് പറയുന്നത് 110 എന്ന് പറയുന്നത് x ന്റെ 2 മടങ്ങ്. അപ്പൊ ഇവിടെ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ, ഗുണനക്രിയയാണ് വരുന്നത്, ഗുണനമാണ്. അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? ഡിവിഷൻ ആയി മാറും. x = 110 / 2 = 55. നമ്മൾ ബ്ലാക്ക് ബീഡ്സ് നമുക്ക് X ആയിട്ട് എടുത്തു. അപ്പൊ x = 55. അപ്പം ബ്ലാക്ക് ബീഡ്സ് = 55. അങ്ങനെയാണെങ്കിൽ വൈറ്റ് ബീഡ്സ് എത്രയായിരിക്കും? വൈറ്റ് ബീഡ്സ് = X - 10. X എന്ന് പറഞ്ഞാൽ എത്ര? 55. 55 ന് 10 എത്ര? 40. ഇനി രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 100 കിട്ടും. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് ഇതേ രീതിയിലാണ്, ഇതേ ഐഡിയ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഒരിക്കൽ കൂടെ പറയണം. ടോട്ടൽ ബീഡ്സ് തന്നിട്ടുണ്ട്.
100 തന്നിട്ടുണ്ട്. അത് ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സുമാണ്. ഇനി ബ്ലാക്ക് ബീഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് വൈറ്റ് ബീഡ്സിനേക്കാൾ 10 കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ബ്ലാക്ക് ബീഡ്സ് നമ്മൾ എക്സാക്ട് കറുപ്പത്ര വെളുപ്പത്ര. അപ്പൊ നമുക്ക് ബ്ലാക്ക് ബീഡ്സ് കറുത്ത മുത്ത് എക്സ് ആയിട്ട് എടുക്കാം. എങ്കിൽ വൈറ്റ് ബീഡ്സ് x-10 ആയിരിക്കൂലേ? ആയിരിക്കും. കാരണം 10 കൂടുതലാണെങ്കിൽ വൈറ്റ് ബീഡ്സ് എന്തായിരിക്കും? 10 കുറവായിരിക്കും. അങ്ങനെ നമുക്ക് x-10. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ ടോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ x + x-10 = 100. x + x = 2x. 2x = 100 - 10 ഇപ്പോൾ തരാം +10. 2x = 110. 110. അപ്പൊ x = 110/2 = 55. അപ്പൊ കറുത്ത മുത്ത് 55, വെളുത്ത മുത്ത് 45. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In rectangle of perimeter, in rectangle of perimeter 1 meter, one side is 5 centimeters longer than the other. What are the lengths of the side? What are the lengths of the side? Question kuda. In rectangle of perimeter 1 meter, one side is 5 centimeters longer than the other. What are the lengths of the side? മലയാളം പഠിക്കാൻ ചുറ്റളവ് 1 മീറ്ററായ ചതുരത്തിൽ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 5 സെന്റിമീറ്റർ നീളം കൂടുതലാണ്. 5 സെന്റിമീറ്റർ നീളം കൂടുതലാണ്. വശങ്ങളുടെ നീളം കണക്കാക്കുക. വശങ്ങളുടെ നീളം കണക്കാക്കുക. ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ. ഇവിടെ തന്നിരിക്കുന്ന കാര്യം റെക്റ്റാങ്കിൾ ആണ്. തന്നിരിക്കുന്നത് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ചതുരത്തിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ. റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ. One side is 5 centimeter longer than the other. ഒരു സൈഡ് എന്ന് പറയുന്നത്, അതായത് ഒരു വശം എന്ന് പറയുന്നത് മറ്റേ വശത്തിന്റെ നീളത്തേക്കാൾ 5 സെന്റിമീറ്റർ കൂടുതൽ. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു വശം x ആയിട്ട് എടുത്താൽ അടുത്ത വശം എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ കൂടുതലല്ലേ? x + 5. മനസ്സിലായില്ല? ഇനി പെരിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ചതുരത്തിന്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ 1 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പെരിമീറ്റർ 1 മീറ്ററും സൈഡ് 5 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ 2 വ്യത്യസ്ത യൂണിറ്റ് ആണ്. നമുക്ക് 1 മീറ്ററിലും 1 സെന്റിമീറ്ററിലും. അത് നമ്മൾ നോക്കണം. സെന്റിമീറ്ററിലും മീറ്ററും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരേ യൂണിറ്റ് ആക്കണം. സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, 1 മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിന് സെന്റിമീറ്റർ ആക്കുമ്പോൾ 1 മീറ്റർ എത്ര സെന്റിമീറ്റർ? 100 സെന്റിമീറ്റർ. അപ്പൊ ചോദ്യം മനസ്സിലായല്ലോ? ശരി, ഇനി ബോർഡിൽ നോക്ക്. നമുക്ക് തന്നിട്ടുള്ള ആദ്യം എടുത്തല്ല പെരിമീറ്റർ, ചുറ്റളവ്. മലയാളം പറയുന്നത് ചുറ്റളവ്, പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറയാം 1 മീറ്റർ. രണ്ടാമത്തെ അളവ് സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇതിനെ
ഇതിനെ എന്തിലാക്കണം നമ്മള് മീറ്ററിലാക്കണം 100 സെന്റിമീറ്റർ മനസ്സിലായല്ലോ ഇനി വൺ സൈഡ് നമ്മൾ x ആയിട്ട് എടുക്കാം വൺ സൈഡ് x എങ്കിൽ അതർ സൈഡ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അതർ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ വശത്തേക്കാൾ 5 സെന്റിമീറ്റർ കൂടുതൽ അങ്ങനെ 5 സെന്റിമീറ്റർ കൂടുതലാണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ അഡിഷൻ അപ്പൊ x + 5 അപ്പൊ ഒരു സൈഡ് 5 ആയാൽ അടുത്ത സൈഡ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ കൂടുതൽ അതുകൊണ്ട് ആദ്യമായി നമ്മൾ എഴുതുമ്പോൾ വൺ സൈഡ് x അതർ സൈഡ് x + 5 ഇനി പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് പെരിമീറ്റർ ആണ് തന്നിട്ടുള്ളത് പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ടത് ഫോർമുല നമ്മൾ വിളിക്കണം പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ പെരിമീറ്റർ ഞാൻ ഇവിടെ പി എന്ന് വിളിക്കുകയാണ് പെരിമീറ്റർ നിങ്ങൾക്കറിയാം പെരിമീറ്റർ പി ഈക്വൽ ടു 2 × L + B 2 × നീളം അധികം ബി അപ്പൊ 2 × L + B ആണ് പെരിമീറ്റർ നമുക്ക് 100 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അപ്പം 2 × L + B യുടെ L നീളം B വീതി അതായത് വൺ സൈഡ് തന്നിട്ടുണ്ട് അപ്പൊ വൺ സൈഡ് x അതർ സൈഡ് x + 5 അപ്പൊ നമുക്ക് ഇവിടെ എഴുതേണ്ടത് 2 × L + B എന്ന് പറയുന്നത് x + 5 ഈക്വൽ ടു 100 മനസ്സിലായല്ലോ അപ്പൊ പെരിമീറ്റർ എന്ന് പറയുന്നത് 100 അപ്പൊ നമുക്ക് നീളാധികം വീതി 2 × നീളാധികം വീതിയാണ് ചുറ്റളം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് 2 × x + 5 ഈ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി കൂട്ടണം x + x + 5 ഈക്വൽ ടു 100 ഇനി നോക്ക് 2 × x കൂടെ കൂട്ടുമ്പോൾ ഇവിടെ ഒരു x ഇത് ഒരു x ആണ് അപ്പോൾ ഒരു x + ഒരു x 2x + 5 ഈക്വൽ ടു 100 തരല്ല ഇനി നമുക്ക് 2x + 5 വെളിയിൽ എടുക്കാം 2x + 5 സമം 100 എത്ര 2 ഈക്വൽ ടു 50 നമുക്ക് കിട്ടും നോക്ക 2x + 5 ഈക്വൽ ടു 50 എങ്കിൽ 2x ഈക്വൽ ടു 50 പ്ലസ് 5 ഇപ്പുറത്ത് പോകുമ്പോൾ -5 ഈക്വൽ ടു 45 അപ്പൊ നമുക്ക് x ഈക്വൽ ടു 45 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 22.5 അപ്പൊ നമുക്ക് x എന്ന് പറഞ്ഞാൽ വൺ സൈഡ് അല്ലേ അപ്പൊ വൺ സൈഡ് ഈക്വൽ ടു 22.5 സെന്റിമീറ്റർ നമ്മളിവിടെ സെന്റിമീറ്റർ ആക്കി അതുകൊണ്ട് സെന്റിമീറ്റർ ഇനി അതർ സൈഡ് മറ്റേ വശം ഒരു വശം 22.5 മറ്റേ വശം എന്ന് എഴുതിയാൽ മതി മറ്റേ വശം അല്ലെങ്കിൽ നീളമൊന്നോ വീതിയൊന്നോ ഒക്കെ എഴുതാം നമുക്ക് 22 + 22.5 അധികം എത്ര 5 സെന്റിമീറ്റർ കൂടുതലല്ലേ അപ്പൊ ഇതിനോട് എത്ര കൂട്ടണം 5 കൂട്ടണം അപ്പൊ 22.5 + 5 സമം 27.5 സെന്റിമീറ്റർ ഇതാണ് ഇതിന്റെ ആൻസർ ഇത് ചെയ്ത് പഠിച്ചോളണം മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നിരിക്കുന്നത് പെരിമീറ്റർ തന്നിട്ടുണ്ട് ഒരു സൈഡിനെ കുറിച്ചുള്ള ഇവിടെ കുറച്ച് വിവരങ്ങൾ തന്നിട്ടുണ്ട് ആ വിവരം അനുസരിച്ച് ഒരു സൈഡ് 5 ആയാൽ അടുത്ത സൈഡ് x + 5 ആയിരിക്കും കാരണം 5 കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പെരിമീറ്റർ 2 × L + B ആണ് അപ്പൊ L ഉം B എന്ന് പറയുന്ന നീളവും വീതി ഒരു സൈഡ് രണ്ട് സൈഡ് തന്നിട്ടുണ്ട് രണ്ട് സൈഡുകൾ കൂട്ടിയിട്ട് അതിനെ രണ്ടോട് ഗുണിക്കുമ്പോഴാണ് പെരിമീറ്റർ കിട്ടുന്നത് അപ്പം 2 × x + x + 5 ഈക്വൽ ടു 100 2 × x ഉം കൂടെ കൂട്ടുമ്പോൾ 2x + 5 ഈക്വൽ ടു 100 2x + 5 നമ്മൾ ബ്രാക്കറ്റ് ഇതൊക്കെ എഴുതിയെടുക്കുക അപ്പോൾ ഇവിടെ ഗുണനക്രിയയാണ് ഇവിടെ വരുമ്പോൾ ഹരണക്രിയയായി മാറുന്നു ഹരിക്കുന്നു 100നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 50 ഇനി 2x എന്ന് പറയുന്നത് 50 - 5 + 5 ഇപ്പുറത്ത് പോകുമ്പോൾ -50 ൽ 5 പോകുമ്പോൾ 45 5 കുറയ്ക്കുമ്പോൾ 45 അതുകൊണ്ട് x സമം 45/2 സമം 22.5 അപ്പോൾ വൺ സൈഡ് x ന്റെ വാല്യൂ കിട്ടി x അപ്പോൾ വൺ സൈഡ് x ആണ് x ഈക്വൽ ടു 22.5 സെന്റിമീറ്റർ
അതർ സൈഡ് എന്ന് പറഞ്ഞാൽ 22.5 പ്ലസ് 5 ഈക്വൽ ടു 27.5. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A class has 4 more girls than boys. A class has 4 more girls than boys. On a day when only 8 boys were absent. Only 8 boys were absent. Absent. The number of girls was twice that of boys. What's up? How many girls and boys are there in the class? Question varikkuda vaayikana. A class has 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice that of boys. How many girls and boys are there in the class? ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്, എത്ര ആൺകുട്ടികളുണ്ട്? എത്ര പെൺകുട്ടികളുണ്ട്, എത്ര ആൺകുട്ടികളുണ്ട്? ചോദ്യം വായിച്ച് നോക്കുക. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികളുണ്ട്. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക. ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾ കൂടുതലെണ്ണം ഉണ്ട്. ആൺകുട്ടികൾ 10 ഉണ്ടെങ്കിൽ പെൺകുട്ടികൾ 14 ഉണ്ടായിരിക്കും. 4 കൂടുതലല്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് നോക്ക്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം, 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. എങ്കിൽ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്, എത്ര ആൺകുട്ടികൾ ഉണ്ട്? അപ്പൊ ഈ ചോദ്യത്തിൽ നമുക്ക് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വിവരമനുസരിച്ച് ആൺകുട്ടികളുടെ എണ്ണം എക്സ് ആയിട്ട് എടുക്കാം. നമ്പർ ഓഫ് ബോയ്സ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. എങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ഗേൾസ് പറയൂ.
നമ്പർ ഓഫ് ഗേൾസ് എത്രയായിരിക്കും? ആൺകുട്ടികളെല്ലാം 4 കൂടുതലല്ലേ? എങ്കിൽ എക്സിനോട് എത്ര കൂട്ടണം? 4 കൂട്ടണം. അപ്പൊ എക്സ് പ്ലസ് 4. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ബോയ്സ് എക്സ്, നമ്പർ ഓഫ് ഗേൾസ് എക്സ് പ്ലസ് 4. എന്തുകൊണ്ട് നമ്മൾ എക്സ് പ്ലസ് 4 എഴുതി? 4 കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എക്സ് പ്ലസ് 4. മനസ്സിലായില്ല? അപ്പൊ ആൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിച്ചാൽ അതിൽ എക്സിന്റെ എണ്ണം കണ്ടുപിടിച്ചാൽ നമുക്ക് പെൺകുട്ടികളുടെ എണ്ണം കൂടെ എഴുതാൻ സാധിക്കും. ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ള 8 കുട്ടികൾ വരാതിരുന്നു. ആബ്സെന്റ് എത്രയാണ്? 8 ആൺകുട്ടികളാണ്. When 8 boys are absent, when 8 boys are absent, അപ്പോൾ 8 ആൺകുട്ടികൾ വരാതിരുന്നപ്പോൾ നോക്ക്, 8 ആൺകുട്ടികൾ വരാതിരുന്നപ്പോൾ, മലയാളത്തില് 8 ആൺകുട്ടികൾ വരാതിരുന്നപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ 2 മടങ്ങ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. 2 മടങ്ങായിരുന്നു. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ബോയ്സ് 8 കുട്ടികൾ ആബ്സെന്റ് ആവാൻ നമ്പർ ഓഫ് ബോയ്സ് എത്രയായിരിക്കും? ഇപ്പൊ നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്? X ഉണ്ട്. അപ്പൊ 8 കുട്ടികൾ വരാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? കുറയോ കൂടുമോ? കുറയും. അപ്പൊ നമുക്ക് x മൈനസ് 8. ഇനി അക്കോർഡിംഗ് ടു ദി ഗിവൺ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വിവരം അനുസരിച്ച്, ചോദ്യത്തിൽ തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് നമുക്ക് ഇതിനെല്ലാം കൂടെ ചേർന്ന് നമുക്കൊരു സമവാക്യമായിട്ട് എഴുതിക്കൂടെ? അതായത് പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് x പ്ലസ് 4 എന്ന് പറയുന്നത് ആൺകുട്ടികൾ വരാതിരുന്നപ്പോൾ അതിന്റെ 2 മടങ്ങായ ആൺകുട്ടികൾ അല്ലേ? അപ്പൊ 2 ഇൻറ്റു എക്സ് മൈനസ് 8 ആണ്. 2 ഇൻറ്റു എക്സ് മൈനസ് 8 തന്നില്ല. അപ്പൊ ആൺകുട്ടികൾ 8 പേര് വരാതിരുന്നു. അപ്പൊ ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ 2 മടങ്ങായിരിക്കും എക്സ് പ്ലസ് 4 എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി നമ്മൾ ഈ ഇക്വേഷൻ നമുക്ക് അടുത്ത ഈ ഇക്വേഷനിൽ നിന്നും x plus 4 equal to 2 into x, 2x, 2 into minus 8 minus 16. നോക്ക്, മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇവിടുത്തെ സെയിം ടേം അല്ല, ഒരേ പദങ്ങളല്ല നമുക്ക് സമത്തിലിപ്പുറം ഉണ്ട്. അതായത് x വരുന്ന നോക്കാം, x വരും. അപ്പൊ നമുക്ക് സമത്തിനപ്പുറം x ഉണ്ട്, സമത്തിനപ്പുറം 2x ഉണ്ട്. ആ 2x ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 2x സമം സമത്തിനപ്പുറം എത്രയുണ്ട്? മൈനസ് 16 ഉണ്ട്. അതല്ല, ഇനി പ്ലസ് 4 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 4. അപ്പൊ നമുക്ക് x ഇത്രയും കിട്ടി. മനസ്സിലായില്ല? ഇനി x ൽ നിന്ന് 2x കുറയ്ക്കണം. x ൽ നിന്ന് 2x കുറച്ച് നോക്ക്. 1x ൽ നിന്ന് 2x കുറച്ചാൽ മൈനസ് എക്സ്, മൈനസ് 4x ഒന്നും എഴുതണ്ട, മൈനസ് എക്സ് ഈക്വൽ ടു രണ്ടും ഒരേ മൈനസ് 16 മൈനസ് 4 ഈക്വൽ ടു മൈനസ് 20, മൈനസ് 20 20 കിട്ടും. സമത്തിന് അപ്പുറം എക്സ് ഇല്ലേ? അല്ല, സമത്തിന് അപ്പുറം മൈനസ് ആണ്, അതുകൊണ്ട് എന്താകും? പ്ലസ്. therefore x ഈക്വൽ ടു 20. അപ്പൊ x എന്ന് പറയുന്നത് ബോയ്സ് അല്ലേ? അപ്പം നമ്പർ ഓഫ് ബോയ്സ് എത്രയുണ്ട്? 20. നിങ്ങൾ നമ്പർ ഓഫ് ബോയ്സ് എഴുതുക. അപ്പൊ അടുത്ത നമ്പർ ഓഫ് ഗേൾസ് നമ്പർ ഓഫ് ഗേൾസ് എത്ര? x പ്ലസ് 4. x എന്ന് പറയുന്നത് 20. 20 പ്ലസ് 4 ഈക്വൽ ടു 24. നോക്ക്, ഇപ്പോഴും കുട്ടികൾ ഉണ്ടായിരുന്നത് ആൺകുട്ടികൾ 20 എണ്ണം ഉണ്ട്. അത് ഇപ്പോൾ എത്ര? പെൺകുട്ടികളുടെ എണ്ണം എത്ര? 24. 24 കൂടുതലാണ്. അങ്ങനെ നമ്മൾ ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് നമ്മൾ അതിന്റെ ആൾജിബ്രായിക് ഫോം ബീജഗണിതത്തിൽ എഴുതി എക്സിന്റെ വില കണ്ടുപിടിച്ച് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം കണ്ടുപിടിച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ? ഇത് 5 പ്രാവശ്യം ഇത് എഴുതി പഠിക്കുക. ഇത് പരീക്ഷയിൽ പ്രധാനമാണ്. ഇതുപോലത്തെ കണക്ക് ഒരെണ്ണം ചോദിക്കും.
Next question. A 3.5 meters long. 3.5 meters long. Three and a half. This is 3.5 meters long road. ROD road is to be cut into 2 pieces. One piece is to be bent into a square and the other into an equilateral triangle. The length of a side of both must be the same. How should it be cut? Question ഒരിക്കലും ഞാൻ വായിക്കാം. A 3.5 meters long road is to be cut into 2 pieces. One piece is to be bent into a square and the other into an equilateral triangle. The length of a side of both must be the same. How should it be cut? മലയാളം മീഡിയം 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. രണ്ടിന്റെ വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം. എങ്ങനെ മുറിക്കണം? ചോദ്യം ഒന്ന് വായിച്ചു നോക്ക്. 3.5 മീറ്റർ നീളമുള്ള കമ്പി അല്ലെങ്കിൽ ഒരു കയർ രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറു കഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. കയർ രണ്ടിന്റെ വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം. എങ്ങനെ മുറിക്കണം? ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഒരു കയർ അല്ലെങ്കിൽ കമ്പി റോഡ് ഇതിന്റെ മൊത്തം നീളം എത്രയാണ്? 3.5 മീറ്റർ ആണ്. അപ്പൊ നമ്മള്
കയർ. അതിന് നമ്മൾ വളച്ചൊരു സമഭുജ ത്രികോണവും ഒരു സമചതുരവും ഉണ്ടാക്കണം. അപ്പൊ സ്ക്വയർ ആൻഡ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. സ്ക്വയറും ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ആക്കണം. ഈ രണ്ടിന്റെയും വശങ്ങളുടെ നീളം തുല്യവുമായിരിക്കണം. ഒന്നിന്റെ വശം 3 മറ്റൊന്നിന്റെ വശം 3 ആയിരിക്കണം. വശങ്ങളുടെ നീളം എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അപ്പൊ 3.5 മീറ്റർ നീളമുള്ള കയറാണ് മുറിച്ച് ഒരു കഷ്ണം സ്ക്വയറും ഒരു കഷ്ണം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സമചതുരവും സമഭുജ ത്രികോണമാക്കി മാറ്റണം. മനസ്സിലായില്ല? വശങ്ങളുടെ നീളം തുല്യമായിരിക്കണം. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ പ്രത്യേകം ചിന്തിക്കേണ്ടത് പറഞ്ഞാൽ ഒരു സമചതുരം, നമുക്ക് ഒരു കയറ്, നീളമുള്ള കയറ്, അപ്പൊ നമ്മൾ സമചതുരം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ലേ വരൂ? തന്നില്ല, ഇങ്ങനത്തെ ത്രികോണം നിർമ്മിക്കാൻ ഇങ്ങനെയല്ലേ വരും? അപ്പൊ നമുക്ക് ഇതിന് 4 വശങ്ങൾ വേണം. അപ്പൊ ഈ കയറ് ഇതിനെല്ലാം കൂടെ നിവർത്തിക്കുമ്പോൾ നീളം. അപ്പൊ ഇങ്ങനെ തിരിച്ച് ഒരു സ്ക്വയറാക്കി മാറ്റുമ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? ഇതിന്റെ ചുറ്റളവാണ് വരുന്നത്. ചുറ്റളവ് പ്രത്യേകം ചുറ്റളവാണ്. മനസ്സിലായി? അപ്പൊ കമ്പിയുടെ നീളം എത്രയുണ്ട് അതിനെ വളച്ച് സമചതുരമാക്കുമ്പോൾ ആ നീളം എന്ന് പറയുന്നത്, അത്ര കമ്പിയുടെ നീളം എന്ന് പറയുന്നത് സമചതുരം ഉണ്ടാക്കുമ്പോൾ സമചതുരത്തിന്റെ ചുറ്റളവ്, സമഭുജ ത്രികോണം ഉണ്ടാക്കുമ്പോൾ അത് എന്തായി മാറുന്നു? അതും ചുറ്റളവ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ വശങ്ങളുടെ നീളം എന്തായിരിക്കും? x ആയിരിക്കും. അപ്പൊ ഇതിന്റെ നീളം x, ഇതിന്റെ നീളം സമയത്തിന്റെ ഒരു വശത്തിന്റെ നീളം സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം തുല്യമായിരിക്കും. അപ്പൊ ഇത് x ആയാലും എത്രയായിരിക്കും? x ആയിരിക്കും. കമ്പി നമുക്ക് എങ്ങനെ മുറിക്കാം? അപ്പൊ നമ്മളിവിടെ എടുക്കേണ്ടത് ചുറ്റളവുകൾ, പെരിമീറ്റർ. അപ്പൊ നമുക്ക് പെരിമീറ്റർ ഓഫ് സ്ക്വയർ, ചതുരത്തിന്റെ ചുറ്റളവ് 3 സൈഡ് ഉണ്ടല്ലേ? അപ്പൊ വശത്തിന് നമുക്ക് എന്തായിട്ട് എടുക്കാം? a എടുക്കാം. സൈഡ് ഈക്വൽ ടു a, സൈഡ് ഈക്വൽ ടു a. ഇനി പെരിമീറ്റർ ഓഫ് സ്ക്വയർ 4a, പെരിമീറ്റർ ഓഫ് സ്ക്വയർ 4a. ഇനി സമചതുരത്തിന്റെ ചുറ്റളവ് 4a. ഇനി പെരിമീറ്റർ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, പെരിമീറ്റർ ഓഫ്, ഞാനിവിടെ എഴുതിയാണ്, പെരിമീറ്റർ നിങ്ങൾ എഴുതിക്കൊള്ളുക. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്? 3a തന്നല്ല. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3.5 കിട്ടുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 4a plus 3a equal to 3.5. 3.5 എന്ന് പറഞ്ഞാൽ ഇത് മിക്സഡ് ഫ്രാക്ഷൻ, ഇത് മിശ്രഭിന്നമാണ്. അത് നമുക്ക് വിഷമമാക്കി മാറ്റുമ്പോൾ എങ്ങനെ എഴുതും? 7/2. 7. അപ്പൊ 7/2. അപ്പൊ നമുക്ക് 4a plus 3a equal to 7/2. 4aയും 3aയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7a. 7a equal to 7/2. Therefore a equal to 7/2 divided by division 7. 7/2. അപ്പൊ ഡിവിഷൻ നടത്തുമ്പോൾ, നമുക്ക് ഹരണം നടത്തുമ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം. വിക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് 7 എന്നുള്ളത് 1/7 ആണ് വിക്രമം. 7 വേണ്ടി ബാക്കി എത്ര? 2-1. അപ്പൊ നമുക്ക് a ഒരു വശത്തിന്റെ നീളം എത്രയാണ്? ഒരു വശത്തിന്റെ നീളം എത്ര? 1/2. ഇനി കയറിന്റെ നീളമാണ് നമുക്ക് ആവശ്യം, കമ്പിയുടെ നീളമാണ്. അപ്പൊ നമുക്ക് എത്രയാണ് കൊടുക്കണം? 4a. അപ്പം 4a equal to 4 into a. a എന്ന് പറഞ്ഞാൽ 1/2. അപ്പൊ എത്ര കിട്ടും? 2. അപ്പൊ 3a equal to 3 into 1/2 equal to 3/2 equal to 1.5. അപ്പൊ കമ്പിയുടെ നീളം എത്ര ആയിരിക്കണം? 2 മീറ്റർ 1.5 മീറ്റർ ആയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1.5
2 3.5 കിട്ടിക്കഴിഞ്ഞു. ഇതേ രീതിയിൽ ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്.